ഇത് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട്. ഇതിൽ പുതിയ മാറ്റങ്ങൾ നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് 2023 ഒക്ടോബർ 1 ശേഷം ജനിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി മുതൽ പാസ്പോർട്ട് എടുക്കാൻ നിർബന്ധമായും ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ്. അതിന് 980 പാസ്പോർട്ട് നിയമം തന്നെ ഭേദഗതി ചെയ്ത് അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ ഡ്രൈവിംഗ് ലൈസൻസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് ബർത്ത് സർട്ടിഫിക്കറ്റിനോടൊപ്പം എടുക്കാം. അത് പ്രശ്നമുള്ള കാര്യമല്ല. ഇനി രണ്ടാമത്തത് ഇതിലെ നിറത്തിൽ വന്നിട്ടുള്ള വ്യത്യാസമാണ്. നമുക്ക് ഇപ്പോൾ ബ്ലാക്ക് നിറത്തിലുള്ള പാസ്പോർട്ടാണ് തന്നിരിക്കുന്നത്. ഇനി ഓർഡിനറി പാസ്പോർട്ടുകാർക്ക് അത് ബ്ലൂ കളറിലേക്ക് മാറും. സർക്കാർ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ അത് വൈറ്റ് നിറത്തിലേക്കുള്ള പാസ്പോർട്ട് ആയിരിക്കും. ഇനി എംബസി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റ് ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ അവർക്ക് വൈറ്റ് നിറത്തിലുള്ള പാസ്പോർട്ട് ആയിരിക്കും നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അവസാനത്തെ പേജിനകത്ത് നമ്മുടെ അഡ്രസ്സ് അടക്കമുണ്ട്. ഇനി അഡ്രസ്സ് ഉണ്ടാകില്ല. നമ്മുടെ സ്വകാര്യത മാനിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അതൊരു ബാർകോഡ് രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്കടക്കം ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറും. അതോടൊപ്പം തന്നെ അവസാനത്തെ പേജിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് അതും ഒഴിവാക്കും. കാരണം അത് ഡിവോഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ ഒരു സ്വകാര്യത മാനിക്കാനും മാറ്റുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ആണ് നമ്മുടെ പാസ്പോർട്ടിനകത്ത് വന്നിരിക്കുന്നത്. പുതിയ രൂപത്തിലായിരിക്കും, പുതിയ നിറത്തിലായിരിക്കും നമുക്കിനി പാസ്പോർട്ട് കിട്ടുക.